സൈനിക ക്ഷേമ വകുപ്പിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നതായി ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി സ്ഥാപക പ്രസിഡന്റും മുൻ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസറുമായ രാമചന്ദ്രൻ ബാവിലേരി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആരോപിച്ചത്. സൈനിക ക്ഷേമ വകുപ്പിലെ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനം PSC മുഖേന നടത്തിവരുന്നത് സംസ്ഥാന സർക്കാർ നിർത്തലാക്കുന്നത് പിൻവാതിൽ നിയമനം നടത്താനാണെന്നാണ് രാമചന്ദ്രൻ ബാവിലേരിയുടെ ആരോപണം. നമ്മുടെ സൈനിക ക്ഷേമ വകുപ്പിൽ ഇതുവരെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു നിയമനം ഗവൺമെൻറ് 2020 ഇറക്കിയ ഓർഡറാണ്. അത് സബ്ജക്റ്റ് കമ്മിറ്റി, അതുപോലെ പ്രതിപക്ഷ നേതാക്കളും ഭരണപക്ഷ MLA-മാരും എല്ലാം ഉള്ള സബ്ജക്റ്റ് കമ്മിറ്റി പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇതിപ്പോഴും സൈനികക്ഷേമ വകുപ്പ്, നാളെ ഇപ്പോൾ എല്ലാ വകുപ്പുകളിലും ഇത്തരം കടന്നുകയറ്റങ്ങൾ ഉണ്ടാകാം. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇവിടെ സൈനികക്ഷേമ വകുപ്പിൽ ഡയറക്ടർ തസ്തികയും അതുപോലെ 14 ജില്ലാ ഓഫീസർമാർ, അതായത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ തസ്തികയാണുള്ളത്. ഇതുവരെയും PSC നിയമനം കിട്ടുന്നവർക്ക് പ്രൊമോഷനായിട്ടും അതുപോലെ തന്നെ ഓഫീസർ കേഡറിലുള്ളവർക്ക് ഡയറക്റ്റ് PSC മുഖേനയും 1.1 എന്നുള്ള 1:1 എന്നുള്ള അനുപാതത്തിലായിരുന്നു നിയമനങ്ങൾ. എന്നാൽ ഇപ്പം ഈ സ്പെഷ്യൽ ഓർഡർ പ്രകാരം വരാൻ പോകുന്നത് സേനയിൽ നിന്ന് 57 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ് പെൻഷനാകുന്ന ഓഫീസർമാർക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ പുനർനിയമനത്തിന് ആവശ്യമില്ല. കാരണം അവർ പൂർണ്ണ സർവീസ് ചെയ്തു വരുന്നവരാണ്. അവർക്ക് നേരിട്ട് നിയമനം 5 കൊല്ലത്തേക്ക് കോൺട്രാക്റ്റ് നിയമനം ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസർ തസ്തികയിലേക്ക് കൊടുക്കാൻ ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും വിചിത്രമായത്, വിരോധാഭാസം എന്ന് പറയാൻ പറ്റില്ല, ലോകത്ത് എവിടെയില്ലാത്ത 7ാമത്തെ അത്ഭുതം 8ാമത്തെ അത്ഭുതമാണ്. അങ്ങനെയുള്ള അപേക്ഷകരില്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്കോ അവരുടെ ആശ്രിതർക്കോ മക്കൾക്കോ ഒരു പരീക്ഷയും കടന്നു വരാതെ, ഒരു യോഗ്യതയും മാനദണ്ഡമാക്കാതെ, അവരുടെ മക്കളാണ് അല്ലെങ്കിൽ അവരുടെ ഭാര്യയാണ് എന്നുള്ള ഒറ്റ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ക്ലാസ് 1 ഗസറ്റഡ് പോസ്റ്റിലേക്ക് കേരള ഗവൺമെൻറ് നേരിട്ടുള്ള നിയമനം. സൈനിക ക്ഷേമ വകുപ്പിലെ ഒരു ഡയറക്ടർ, 14 അസിസ്റ്റന്റ് ഡയറക്ടർമാർ, ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ തസ്തികകളിലേക്കുള്ള നിയമനം PSC മുഖേന നടത്തി വന്നിരുന്നത് സംസ്ഥാന സർക്കാർ നിർത്തലാക്കുന്നത് പിൻവാതിൽ നിയമനം നടത്താനാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ PSC പരീക്ഷയുടെ നിയമനം ലഭിക്കുന്ന ഓഫീസർ അല്ലാത്ത വിമുക്ത ഭട ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ വഴിയും ഓഫീസർ റാങ്കിൽ നിന്നും വിരമിച്ചവർക്ക് 1:1 എന്ന അനുപാതത്തിലായിരുന്നു നിയമനം. എന്നാൽ പുതിയ ഉത്തരവ് ഭരണ പ്രതിപക്ഷ നേതാക്കൾ അംഗങ്ങളായുള്ള നിയമസഭാ കമ്മിറ്റി അംഗീകരിച്ചതോടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് ബ്രിഗേഡിയർ തത്തുല്യ റാങ്കുകളിൽ നിന്നും വിരമിച്ചവരും അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിലേക്ക് കേണൽ അഥവാ ലഫ്റ്റനന്റ് കേണൽ റാങ്കുകളിൽ നിന്നും വിരമിച്ചവരെയുമാണ് 5 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ പോകുന്നത്. ഈ റാങ്കിലുള്ളവരെ ലഭിച്ചില്ലെങ്കിൽ അവരുടെ ആശ്രിതരെയോ വിധവകളെയോ നിയമിക്കാൻ കഴിയും. ഇത് നിലവിലുള്ള എല്ലാ നിയമങ്ങൾക്കുമെതിരെയും ഓഫീസർമാരല്ലാത്ത മുൻ സൈനികർക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങളും പ്രമോഷൻ അവസരങ്ങളും നിഷേധിക്കുന്നതുമാണ്. ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ പൗരാവകാശ വെല്ലുവിളിയാണെന്നും രാമചന്ദ്രൻ ആരോപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാണിക്കോത്തും പങ്കെടുത്തു.